ഹലോ. ഇപ്പോൾ നമ്മൾ പലതരം സിനിമകൾ കാണുന്നുണ്ടല്ലോ. പക്ഷേ മനസ്സിനൊരു സന്തോഷം തോന്നാൻ, അതായത് മോട്ടിവേഷണൽ മൂവീസ് മാത്രമല്ല, കഷ്ടപ്പാടിൽ നിന്നും ഭയങ്കര ബുദ്ധിമുട്ടിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ അതുപോലത്തെ മോട്ടിവേഷണൽ ജോണർ അല്ലാതെ ഫീൽ ഗുഡ് കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷം. അങ്ങനെ ഞാൻ നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമിൽ കണ്ടൊരു മൂവിയാണ് മെയ് അഴകൻ. അരവിന്ദ് സ്വാമി, കാർത്തി ഒക്കെ അഭിനയിച്ച മെയ് അഴകൻ. പക്ഷേ ഞാനിപ്പോൾ വന്നത് അതിനെക്കുറിച്ച് പറയാനല്ല. ഈ ലേറ്റസ്റ്റ് ഞാൻ കണ്ട ഒരു സിനിമയാണ്. അത് പെട്ടെന്ന് നെറ്റ്ഫ്ലിക്സിൽ നിന്ന് പോകും എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. മൂവിയുടെ പേര് റിമാർക്കബിളി സ്മാർട്ട് ക്രീച്ചേഴ്സ്. ഇംഗ്ലീഷ് മൂവിയാണ്. ഈ വലിയ പേര് കണ്ടൊന്നും ഞെട്ടണ്ട. റിമാർക്കബിളി സ്മാർട്ട് ക്രീച്ചേഴ്സ്. ഇത് ഒരു ലേഡി, ഒരു പ്രായമായ ലേഡി, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഏകാന്തത അനുഭവിക്കുന്ന ഒരു ലേഡിയും ഒരു നീരാളിയും തമ്മിലുള്ള ഒരു റിലേഷൻ്റെ കഥയാണ്. അതായത് നീരാളി സംസാരിക്കുന്നത് ഒരാണിൻ്റെ ശബ്ദമായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവും. ബട്ട് ഫോർ ദ ലേഡി അത് ഒരു നീരാളിയാണ്. ഓക്കെ, അവർക്കിതൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ആ നീരാളി എങ്ങനെയോ ഇവരെ ലാസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ജീവിതത്തിൻ്റെ ഒരർത്ഥം ഇവർക്ക് മാത്രമല്ല വേറൊരാൾക്കും കൂടെ മനസ്സിലാക്കി കൊടുക്കുന്നു. സോ ഞാൻ കൂടുതൽ പറയുന്നില്ല. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഇംഗ്ലീഷാണെന്ന് ഓർത്ത് ടെൻഷനൊന്നും അടിക്കേണ്ട. ഈസി ടു അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഓഫ് കോഴ്സ് OTT അല്ലേ, സബ് ടൈറ്റിൽസ് ഉണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഈ ലേഡി എന്ന് പറയുന്നത് ഒരു വലിയൊരു അക്വേറിയം പോലത്തെ സ്ഥലത്ത് ക്ലീനറാണ്. നൈറ്റ് ഷിഫ്റ്റ് ജോലി ചെയ്യുന്നൊരു ലേഡിയാണ്. ഇവരുടെയൊക്കെ ലൈഫിൽ എന്തുണ്ടാവാനാ? ഈ നീരാളി എന്ന് പറഞ്ഞാൽ അത് നല്ല പ്രായമായി, ഇനി കുറച്ച് നാളും കൂടെ ഉള്ളൂ അതിന് ജീവിക്കാൻ. സോ എന്ത് സംഭവിക്കാനാണ് ഈ രണ്ടുപേരുടെയും ജീവിതത്തിലല്ലേ? പക്ഷെ നല്ല സ്വീറ്റായിട്ട്, സോഫ്റ്റായിട്ട്, നല്ല ലാസ്റ്റ് ഒരു ട്വിസ്റ്റുള്ള ഒരു മൂവിയാണ്. റിമാർക്കബിളി സ്മാർട്ട് ക്രീച്ചേഴ്സ് OTTയിലുണ്ട്, നെറ്റ്ഫ്ലിക്സിൽ. സോ പറ്റുമെങ്കിൽ കാണുക. അതൊക്കെ ഇഷ്ടപ്പെട്ടാൽ നെറ്റ്ഫ്ലിക്സിൽ തന്നെ വേറൊരു മൂവി, ഇത് സംവാട്ട് സിമിലർ ടു ഇറ്റ്, അതായത് അതിലൊരു നീരാളി തന്നെയാണ്, മൈ ഒക്ടോപ്പസ് ടീച്ചർ. അത് ഞാൻ കണ്ടിട്ടില്ല, അതിനെക്കുറിച്ച് കേട്ടു. പിന്നെ ഇതൊന്നും കണ്ടിട്ട് അത്രയ്ക്ക് ഒരിത് തോന്നിയില്ല. എന്നാലും കുറച്ചും കൂടെ നമ്മുടെ നാട്ടിലെ എന്തെങ്കിലുമൊക്കെ കാണണം, അതായത് ഇന്ത്യൻ ബേസ്ഡ് മൂവി കാണണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തമിഴ് മൂവി മെയ് അഴകൻ ഒന്ന് കണ്ടു നോക്ക്. അതിൻ്റെ റിവ്യൂ ഞാൻ പിന്നീട് പറയാം. ഓക്കെ, മെയ് അഴകൻ. താങ്ക് യു.